നല്ല ഭാരതീയനാ കേരളീയനാ നല്ല ഭാരതീയനാ വിശ്വമാകെ പേരുകേട്ട നാടി മക്കളാ വീണ്ടെടുക്കും നമ്മളാ കേരളത്തിനെ വീണ്ടെടുക്കും നമ്മളാ കേരളത്തിനെ നൂറ് നൂറ് പൂക്കളായി നാം വിരിഞ്ഞ മണ്ണിത് ആയിരം കിനാക്കളായി നെയ്തെടുക്ക വിണ്ണിത് വർഗവർണ്ണ വേലികൾ തകർത്തെറിഞ്ഞ നാടിത് ജ്വാലയായി തമസകറ്റി നേരിത് വീണ്ടെടുക്കും നമ്മള് കേരളത്തിനെ വീണ്ടെടുക്കും നമ്മളാ കേരളത്തിനെ നല്ല ഭാരതീയ വിശ്വമാകെ പേരു കേട്ട നാടിൻ മക്കൾ വീണ്ടെടുക്കും നമ്മളാ അതിന്റെ പുറകെ പോകില്ല. ഞാൻ കരുതുന്നു മണ്ണിത് വർഗവർണ്ണ വേലികൾ തകർത്തെറിഞ്ഞ നാടിന് ജ്വാലയായി തമസകറ്റി വീണ്ടെടുക്കും കേരളത്തിനെ വീണ്ടെടുക്കും നമ്മളാ കേരളത്തിനെ ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ ഷാഫി പറഞ്ഞതുപോലെ ഇതുവരെ കിട്ടിയ സ്വീകരണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്വീകരണങ്ങളിൽ ഒന്നാണ് പാരാമ്പര്യം. നിങ്ങൾക്കതിന് കഴിയും. ഞാനാണ് പറയുന്നത്, നിങ്ങൾക്കതിന് കഴിയും. എന്നെ പലരും പരിഹസിച്ചു. 4 കോർപ്പറേഷൻ കിട്ടും, 60-ലേറെ ശതമാനത്തിലേറെ മുനിസിപ്പാലിറ്റി കിട്ടും, 7 തൊട്ട് 9 വരെ ജില്ലാ പഞ്ചായത്ത് കിട്ടും. 8ാമത്തെ ജില്ലാ പഞ്ചായത്ത് ഓരോരുത്തരും, 9ാമത്തെ ജില്ലാ പഞ്ചായത്ത് 2 കൊണ്ടിനാണ് പോയത്. 55% പഞ്ചായത്ത് കിട്ടും. 60-ന്റെ അടുത്ത് കിട്ടി പഞ്ചായത്ത്. പറഞ്ഞപ്പോ പലരും കളിയായി. ഞാൻ അധ്യാപകർക്കും കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി, കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത് 1200 കോടി, കോടികൾ കടമാക്കിയിട്ടാണ് ഇവര് പോകുന്നത്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്രയാ പരോൾ കൊടുത്തേക്കെന്നറിയോ? 1000 ദിവസം, 3 കൊല്ലത്തിൽ കൂടുതല പുറത്താണ്. സാധാരണ പരോൾ കൊടുക്കുന്നത് ഏറ്റവും ഭക്ഷണം തലേ ദിവസം പറയും. ജയിലിലെ കാര്യം പറയുന്നത് തടവുപുള്ളികൾ ആരാണെന്ന് ഇവന്മാർ പറയും എന്ന് പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തും. അത് പുറത്തു വന്നാൽ ഇപ്പൊ സ്റ്റേറ്റ് ഗാർഡിൽ അടക്കം പലരും ജയിലിൽ പോകും. അത് പലത് പേടിപ്പിച്ചിട്ട് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ ഫോണും ഫുഡും മറ്റൊക്കെ മേടിക്കുന്നത്. എന്താ പിന്നെ ഞാൻ ഞെട്ടിപ്പോയി കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്. കേരളത്തിൽ സാങ്കേതിക വിദ്യ കേരളം സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്തും കാണാനില്ല. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, നമ്മുടെ ജയിലിൽ നിന്ന് തടവ് പുള്ളികൾ പരോള് കിട്ടാൻ വേണ്ടി DIGക്ക് കൈക്കൂലി കൊടുക്കുന്നത് ഗൂഗിൾ പേയിലാണ്. അപ്പൊ ഈ ലോകത്താദ്യമായി കൈക്കൂലി ഗൂഗിൾ പേയിൽ കൊണ്ടിരിക്കുന്നു. എന്തെല്ലാമാണ് ചെയ്യുന്നത്? കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇവര് വർത്തമാനം പറയാണ്. വർഗീയതയാണ്. ഇപ്പൊ വായെടുത്താൽ പാർലമെന്റ് ഇലക്ഷൻ ഓർമ്മയുണ്ടോ? ഷാഫിയൊക്കെ മത്സരിക്കുമ്പോൾ 35 ദിവസത്തെ പ്രസംഗം എടുക്കുന്നുണ്ട്. അന്ന് ന്യൂനപക്ഷ പ്രേമവും, ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, ഇസ്രായേൽ പൗരത്വ രജിസ്റ്റർ. നമ്മുടെ മതേതരത്വ നായകനെ ആരാർപ്പണം ചെയ്യാൻ സമയമുണ്ട്. ദേവതേജ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സഹകരിക്കണം. PK രാഗേഷ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണ കമ്മിറ്റിയുടെ ട്രഷറർ, അദ്ദേഹം ഹാരാർപ്പണത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം. സ്വാഗത സംഘ കമ്മിറ്റിയുടെ ഹാരാർപ്പണത്തിന് വേണ്ടി PK രാഗേഷ്. പ്രവർത്തകന്മാർ ആത്മസംയമനം പാലിക്കുക. തെങ്ങി നിറഞ്ഞതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ കാണാൻ തിങ്ങി നിറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവ് CTK ഇബ്രാഹിം വേദിയിലുള്ള ഈ മഹായുദ്ധം ജയിക്കാനുള്ള സൈനിക വിന്യാസമാണ്. ഈ സൈന്യം ഒരു യുദ്ധത്തിലും പരാജയപ്പെടില്ല എന്ന് ഉറപ്പു നൽകുന്ന ഒരു പരിപാടിയാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു.
ഈ പുതുയുഗയാത്രയ്ക്ക് പേരാമ്പ്രയിൽ നിന്ന് നൽകുന്നത് ഡബിൾ എനർജിയാണ്. ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. നമ്മുടെ UDF വെറും UDF അല്ല, ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. നമ്മൾ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. ഒരു പുതുയുഗത്തിന് നമ്മൾ തുടക്കമിടും. പുതുയുഗത്തിന് മാറ്റമാണ് കേരളത്തിൽ, മാറ്റം. അടുത്ത മാസം പിണറായി വിജയൻ ഈ ഭരണത്തോട് സലാം പറഞ്ഞു പോകും. പക്ഷേ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ചരിത്രത്തിലില്ലാത്തവണ്ണം കേരളത്തെ കടക്കിണിയിലേക്ക്, കാണാക്കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ സമഗ്രമായ പദ്ധതികളുമായി UDF വരികയാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, കഴിഞ്ഞ 2 കൊല്ലക്കാലം കഠിനാധ്വാനം ചെയ്ത് ഗവേഷണതുല്യമായ പ്രവർത്തനം നടത്തി ലോകത്തെല്ലായിടത്തുമുള്ള വിദഗ്ധരായ മലയാളികളെ അവരുടെ വിദഗ്ധോപദേശം നേടി നമ്മൾ തയ്യാറാക്കിയ പദ്ധതികൾ ഈ യാത്ര തിരുവനന്തപുരത്തുമായി ഒന്നായി അവതരിപ്പിക്കും ജനങ്ങളുടെ മുന്നിൽ. നിസാര പദ്ധതികളല്ല. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അല്ലേ? ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയായി കേരളത്തിലൂടെ നമ്മൾ നടത്തും. നാളെ കോഴിക്കോട് നമ്മൾ ഉണ്ടാക്കിയ ഹെൽത്ത് കമ്മീഷൻ, നമ്മൾ നടത്തിയ 300 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹെൽത്ത് കോൺക്ലേവ്, 150-ലധികം ഡോക്ടർമാർ പ്രവർത്തിച്ച് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു വിഷൻ ഹെൽത്ത് ഡോക്യുമെന്റ് നാളെ കോഴിക്കോട് പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞാൽ ആരോഗ്യ കേരളം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് ആളുകൾ വരുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് മാറ്റമാണ്. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ തേടി, ഇവിടെ ഇല്ലാത്ത പ്രോഗ്രാമുകൾ. UDF വരുമ്പോൾ ജർമ്മനിയിലും ലണ്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. അവര് പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തൊഴില്, അവർക്ക് പുതിയ സംരംഭം തുടങ്ങാനുള്ള സമഗ്രമായ ഒരു തൊഴിൽ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കും. എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടുള്ള പരിപാടി പ്രഖ്യാപിക്കും. നിരവധി പരിപാടികൾ. നമുക്ക് 2 ഇന്റർനാഷണൽ സീ പോർട്ട് ഉണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്, 17 മിനി പോർട്ട് ഉണ്ട്, 600 കിലോമീറ്റർ ദൂരം തീരദേശമുണ്ട്, കടലുണ്ട്. ഇതിനെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. മിഷൻ സമുദ്ര. ഈ റോഡിലൂടെ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ 80% കടലിലൂടെ കൊണ്ടുപോകും. ഇതിന്റെ 1/4 ചെലവിൽ നമ്മുടെ എല്ലാ പോർട്ടുകളും വികസിപ്പിക്കും. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള വലിയ പദ്ധതി കഴിഞ്ഞ 4 വർഷമായി അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. ആ പരിപാടി കൊച്ചിയിൽ പ്രഖ്യാപിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ല, ഞാൻ അറിയാതെ ഈ ആവേശത്തിലെല്ലാം പറയും. കുറച്ച് സസ്പെൻസ് നിൽക്കട്ടെ, എല്ലാം പറയണ്ട. നിങ്ങൾ ധൈര്യമായി പോയി പറഞ്ഞോ, പുതുയുഗത്തിനാണ് കേരളത്തിൽ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത് പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ്. ഇനി കേരളം പിന്നോട്ട് നടക്കില്ല, മുന്നോട്ട് കുതിക്കും. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ള ഒരു കേരളം നമ്മുടെ UDF കേരളത്തിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇവരെല്ലാം തകർത്തു, എല്ലാ സ്ഥാപനങ്ങളെയും തകർത്തു. ഇവർക്കെതിരായി നമ്മൾ അവതരിപ്പിച്ച കുറ്റപത്രം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും. കേരളത്തെ തകർത്തവർക്ക്
കേരളം നല്ല മധുരമായ പ്രതികാരം ചെയ്യും. ഇവര് കൊലവിളികൾ ഉയർത്തുകയാണ്, അക്രമത്തിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്. അതിനെല്ലാമുള്ള മറുപടി നമുക്ക് കൃത്യമായിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ MP ഷാഫി പറമ്പിലിന്റെ ചോര വീണ സ്ഥലമാണ് പേരാമ്പ്രയെങ്കിൽ എന്റെ അനുജൻ ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് നമ്മൾ പ്രതികാരം ചോദിച്ചിരിക്കുക തന്നെ ചെയ്യും. അയാളെ മർദ്ദിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ ചെവിയിൽ നോക്കിക്കോ. ഞങ്ങൾ വരുന്നുണ്ട്. പഴയതുപോലെ ഒന്നുമല്ല, വെറുതെ വിടില്ല. ഒരാളെയും വെറുതെ വിടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സഹോദരന്മാരെയും തല്ലിച്ചതയ്ക്കാൻ ആരെങ്കിലും കൂട്ടുനിന്ന അതിനെല്ലാം കൃത്യമായ മറുപടി ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഇത് പഴയ കാലമല്ല. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പഴയ UDF അല്ല, ഇത് ടീം UDF ആണ്. നമ്മൾ കൊണ്ടുപോകും. ഇവരെന്തൊരു പാർട്ടിയാണ്, എന്ത് പാർട്ടിയാണ് ഇവർ? ഞങ്ങൾ പയ്യന്നൂരിൽ ചെന്നപ്പോ രക്തസാക്ഷി വിവാദം, ഫണ്ട് വിവാദം. കേരളത്തിലെ CPM-ന് ഇപ്പോൾ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ. പിന്നെ അവന്റെ പേരിൽ ഫണ്ട് വരും അടിച്ചു മാറ്റി. അത് ചോദ്യം ചെയ്ത ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ പുറത്താക്കി. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയ്യപ്പന്റെ സ്വർണം കവർന്നു എന്ന് മാത്രമല്ല, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് കൊണ്ടുപോയി വിറ്റു CPM നേതാക്കൾ. കോടീശ്വരനെ പറ്റിച്ചു, കള്ളമുതലാന്ന് പറഞ്ഞില്ല അയാളോട്. എന്നിട്ട് സ്വർണവും മോഷ്ടിച്ചു 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചുവെന്ന് പറഞ്ഞ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തു. എന്തൊരു വൈരുദ്ധ്യമാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികമാണ്. എന്ത് കമ്മ്യൂണിസ്റ്റാണ്? അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്ത് വിഷ്ണു സംഘപരിവാർകാരി വന്ന രക്തസാക്ഷി, അതും അടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പുറപ്പെടുമ്പോൾ CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ അംഗത്വമെടുത്ത് ചേർന്നു. രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ പിണറായി വിജയന്റെ പാർട്ടി കേരളത്തിൽ മാറി. നിങ്ങളോട് ഞാൻ പറയുന്നു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചോ. അവർ നമുക്കാളൊട്ടിയാൻ പോകുന്ന കരുതരുത്. നല്ല ഇടതുപക്ഷ സഹയാത്രികരുണ്ട്. ഇടതുപക്ഷം വരും, നല്ലത് വരും, മാറ്റം വരും എന്ന് വിചാരിച്ചു നടന്ന നല്ല മനുഷ്യർ. അവരെ ചേർത്ത് പിടിച്ചു. നമ്മളെക്കാൾ വാശിയായി ഇവരെ താഴെ ഇറക്കാൻ അവരിറങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, കവി സച്ചിദാനന്ദൻ സാംസ്കാരിക കേരളത്തിന്റെ മുഖമാണ്. തുടർഭരണം വേണ്ട എന്നാണ് പറഞ്ഞത്. മലയാള കൊള്ളരുതാത്തവന്മാര് നമ്മുടെ പണം മേടിച്ച് UDF വോട്ട് ചെയ്യുന്നത്. അവര് കൊള്ളരുതാത്തവന്മാരായിട്ടല്ല, ബുദ്ധിയുള്ളവരായിട്ടാണ്. അവർക്കറിയാം ഇവര് 2 മാസം പെൻഷൻ കൊടുക്കുള്ളൂ, അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ പാവപ്പെട്ടവർക്കുണ്ട്. എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഇപ്പോ. ഖജനാവി പൂച്ച പറ്റിടക്കുക. സംശയം എന്താ? പൂച്ച എവിടെ പ്രസവിക്കുന്നു? എന്റെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ച പ്രസവിക്കാൻ നേരത്തെ ഇങ്ങനെ 2 ദിവസം പരിഭ്രാന്തിയായിട്ട് ഇങ്ങനെ ഓടിയാണ്. അവസാനം ആളൊഴിഞ്ഞ ഒരു മൂല കണ്ടെത്തി, ഒരു ആക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലം കണ്ടെത്തി പൂച്ച അവിടെ പ്രസവിച്ചു. ഇന്ന് കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലത ഈ സർക്കാരിന്റെ ഖജനാവ് ഒന്നുമില്ല. എന്നിട്ട് പ്രഖ്യാപനമാണ്. കാസർഗോഡിന് 7000 കോടി, ഇടുക്കിക്ക് 5000 കോടി, തീരദേശത്തിന് 12000 കോടി. ഞങ്ങൾ എഴുതി ചോദിക്കുകയാണെങ്കിൽ അസംബ്ലിയിൽ. അപ്പൊ ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ധനകാര്യ മന്ത്രിയോട് പറഞ്ഞു, ഒരു പണി എന്തിന് 7000 കോടിയാണ്, ഒരു 70000 കോടി പ്രഖ്യാപിച്ചാൽ മതിയല്ല, ചെലവാക്കണ്ടല്ലോ. ഇവര് കഴിഞ്ഞ 5-6 വർഷക്കാലം പ്രഖ്യാപിച്ച ആ തുക എന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ അത് മാത്രം വീട്ടിൽ കൊണ്ടേ കൊടുത്താൽ മതി. വീട്ടിൽ കൊണ്ടേ കൊടുത്താൽ മതി. KSEB ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ലാഭത്തിലാക്കി 20